ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ത്രെഡ് ടാപ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം ത്രെഡിനെ കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് പ്രധാനമായി രണ്ട് ത്രെഡുകളുള്ളത്. നമുക്ക് ഒരു ബോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബോൾട്ടിന് മുകളിൽ എക്സ്റ്റേണൽ ത്രെഡിങ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡൈ ഉപയോഗിക്കുന്നു. അതുപോലെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ത്രെഡ് ടാപ്പ്. ആദ്യം നമ്മൾ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തതിനു ശേഷം അതിനുള്ളിൽ നമ്മൾ ത്രെഡ് ചെയ്യുന്നു, അഥവാ പിരിയിടുന്നു. ഇങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടാപ്പ്. ടാപ്പ് ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇൻറ്റേർണൽ ത്രെഡ്സ്. ഇൻറ്റേർണൽ ത്രെഡ്സ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടാപ്പ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഹാൻഡ്സ് ഓർ മെഷീൻസ്. ഈ ടാപ്പ് ഒന്നുകിൽ കൈകൊണ്ട് അല്ലെങ്കിൽ മെഷീനിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദി ഔട്ടർ സർഫസ് ഓഫ് ദ ടാപ്പ് ഹാസ് ത്രെഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എൻഗ്രേവ്ഡ് ഓൺ ഇറ്റ്. ഈ ഒരു ടാപ്പിൻ്റെ പുറത്ത് വശത്ത് ത്രെഡുകൾ കട്ട് ചെയ്തിട്ടുണ്ടും അതുപോലെ ആ ത്രെഡിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് ഫ്ലൂട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ദി പ്രോസസ് ഓഫ് കട്ടിംഗ് ത്രെഡ്സ് യൂസിങ് ടാപ്പ് ഈസ് നോൺ ആസ് ടാപ്പിംഗ്. ഈ ഒരു ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നതിനെ നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്നു. ദർ ആർ ടു ടൈപ്സ് ഓഫ് ടാപ്പ്, ഹാൻഡ് ടാപ്പ് ആൻഡ് മെഷീൻ ടാപ്പ്. പ്രധാനമായി രണ്ട് തരത്തിലുള്ള ടാപ്പാണുള്ളത്, ഹാൻഡ് ടാപ്പും അതുപോലെ മെഷീൻ ടാപ്പ്. ഹാൻഡ് ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ടാപ്പ് റഞ്ച് ഉപയോഗിക്കുന്നു. മെഷീൻ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ ഡയറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഒരു മാറ്റം. ഹാൻഡ് ടാപ്സ് അടുത്തത്. ഹാൻഡ് ടാപ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ ത്രെഡിങ് ഓഫ് കമ്പോണൻസ്. ഇൻറ്റേർണൽ ത്രെഡിങ്ങിന് ഉപയോഗിക്കുന്നു. ദേ ആർ മെയ്ഡ് ഫ്രം ഹൈസ്പീഡ് ഷീറ്റ്. ഇത് ടാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് HSS ഹൈസ്പീഡ് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ എൻഡ് ഓഫ് ദ ഷാങ്ക് ഓഫ് എ ടാപ്പ് ഈസ് മെയ്ഡ് ഓഫ് സ്ക്വയർ ഷേപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് ടേണിംഗ് ദ ടാപ്സ്. അപ്പോൾ ഇതിൻ്റെ ഷാങ്ക് പ്രധാനമായിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ടാപ്പ് റഞ്ചിലൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പറ്റും. ദി എൻഡ് ഓഫ് ദ ടാപ്സ് ആർ ചാംഫേർഡ് ടാപ്പർ ലീഡ് ഫോർ അസിസ്റ്റിംഗ് അലൈനിങ് ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് ത്രെഡ്. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് ഉള്ള ത്രെഡ് കുറച്ച് ചെരിച്ച് കൊടുത്തിട്ടുണ്ട്, ശരിയായിട്ട് ഹോളിൽ ഇറങ്ങിയിട്ട് ത്രെഡ് ചെയ്യാനും അലൈൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് ഒരു ടാപ്പിൻ്റെ പ്രധാനമായ ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡ്രൈവ് സ്ക്വയർ, ഇൻറ്റേർണൽ സെൻറ്റർ, ചാംഫർ ആംഗിൾ. ഇതിൽ ത്രെഡ് ഒരു ടാപ്പിൻ്റെ വിവിധ പാർട്സുകൾ നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഫ്ലോട്ട്, വെബ് ഡയ ഒക്കെ അതിൽ കൃത്യമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. പിച്ച് ഡയ, ചാംഫർ ആംഗിൾ നോക്കിയാൽ പറ്റും. അപ്പോൾ അടുത്തായിട്ട് പറയുന്നത് ദി സൈസ് ഓഫ് ദ ടാപ്സ്, ദ ത്രെഡ് സ്റ്റാൻഡേർഡ്, ദ പിച്ച് ഓഫ് ദ ത്രെഡ്, ദ ഡയ ഓഫ് ടാപ്പിംഗ് ഹോൾ ആർ യൂസ്വലി മാർക്ക്ഡ് ഓൺ ദ ഷാങ്ക്. സാധാരണഗതിയിൽ ഒരു ടാപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, അഥവാ അതിൻ്റെ സൈസ്, ത്രെഡ് സ്റ്റാൻഡേർഡ്, പിച്ച്, ഡയമീറ്റർ, ഇതൊക്കെ ഈ ഷാങ്കിന് മുകളിൽ മാർക്ക് ചെയ്തിരിക്കും. മാർക്കിംഗ് ഓൺ ദ ഷാങ്ക് ആർ ആൾസോ മെയ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ടൈപ്പ് ഓഫ് ടാപ്പ്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് പ്ലഗ്. അപ്പോൾ അത് ആ ഷാങ്കിന് മുകളിൽ കൃത്യമായി അതിൽ ഫസ്റ്റ്, സെക്കൻഡോ തേർഡോ എന്നൊക്കെ അതിൽ മാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ടാപ്പ് ഇൻ എ സെറ്റ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ടാപ്പ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം കൂടിയതാണ് ഒരു ടാപ്പ്. ടൈപ്പ് ഓഫ് സെറ്റായിട്ടാണ് വരുന്നത്. ഒരു ടാപ്പ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം കൂടിയ സെറ്റാണ്. ഹാൻഡ് ടാപ്സ് ആർ പെർട്ടിക്കുലർ ത്രെഡ് ആർ അവൈലബിൾ ആസ് എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 പീസസ്. 3 പീസുള്ള സെറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് ടാപ്പ് ഓർ ടാപ്പർ ടാപ്പ്, സെക്കൻഡ് ടാപ്പ് ഓർ ഇൻ്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് ഓർ ബോട്ടമിംഗ് ടാപ്പ്. ഇതിന് ഫസ്റ്റ് ടാപ്പ് ടാപ്പർ ടാപ്പ് എന്ന് പറയുന്നു, സെക്കൻഡ് ടാപ്പ് ഇൻ്റർമീഡിയറ്റ് ടാപ്പ് എന്ന് പറയുന്നു, പ്ലഗ് ഓർ ബോട്ടമിംഗ് ടാപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്
ഓരോ ടാപ്പ് നമ്മൾ ആംഗിളിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിവ് കൂടുതലുള്ളതാണ്, അതിൻ്റെ 4 ഡിഗ്രി ആംഗിൾ. എന്നാൽ സെക്കൻഡ് ടാപ്പ് കുറച്ചും കൂടി ചെരിവ് കുറവാണ്, ഒരു 3-4 ത്രെഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് 10 ഡിഗ്രിയാണ്. എന്നാൽ തേർഡ് ടാപ്പ് 1-2 ത്രെഡ് മാത്രമേ ചാംഫർ ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ ആംഗിൾ 20 ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. ദീസ് ടാപ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ആൾ ഫീച്ചേഴ്സ് എക്സെപ്റ്റ് ദി ടാപ്പ് ലീഡ്. അപ്പോൾ ഇത് 3 ടാപ്പും ഏകദേശം കണ്ടാൽ ഒരേപോലെ തന്നെയാണ്, അതിൻ്റെ ടാപ്പർ ലീഡിൽ മാത്രമേ മാറ്റമുള്ളൂ. ദി ടാപ്പ് ആ സ്റ്റാർട്ട് ദ ത്രെഡ്. ടാപ്പർ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ഫുൾ ത്രെഡ്സ് ബൈ ദ ടാപ്പർ ടാപ്പ് ഇൻ ത്രൂ ദ ഹോൾസ് വിച്ച് ആർ നോട്ട് ഡീപ്പ്. ചെറിയ താഴ്ചയില്ലാത്ത ഹോളിന് ഫുൾ ത്രെഡ് ഫോം ചെയ്യാനും വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ദി ബോട്ടമിൻ ടാപ്പ് പ്ലഗ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ ത്രെഡ്സ് ഓഫ് എ ബ്ലൈൻഡ് ഹോൾ കറക്റ്റ് ലെങ്ത്. അപ്പോൾ ഒരു ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡെപ്ത് വരാത്ത ഹോൾ, ഒരു ഫ്ലാറ്റിൻ്റെ പകുതി വരെ മാത്രം ഹോൾ ഉള്ളൂന്നെങ്കിൽ അതിന് ബ്ലൈൻഡ് ഹോൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബ്ലൈൻഡ് ഹോൾ ചെയ്യാനൊക്കെ നമ്മൾ തേർഡ് ടാപ്പാണ് ഉപയോഗിക്കുന്നത്, കാരണം തേർഡ് ടാപ്പിൻ്റെ അറ്റത്ത് മാത്രമേ ഫുൾ ത്രെഡ് വരുന്നുള്ളൂ. ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ടൈപ്പ് ഓഫ് ടാപ്സ് ക്വിക്കലി ദ ടാപ്സ് ആർ ഐദർ നമ്പേർഡ് 1 to 3 റിങ്സ് ആർ മാർക്ക്ഡ് ഓൺ സ്റ്റാൻഡ്. അപ്പോൾ ഈ ടാപ്പുകൾ തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിന് മുകളിൽ 1, 2, 3 എന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിങ് കാണിച്ചിട്ടുണ്ട്. ടാപ്പർ ടാപ്പാണ് 1 റിങ്, ഇൻ്റർമീഡിയറ്റ് ടാപ്പാണ് 2 റിങ്, പ്ലഗ് ടാപ്പാണെങ്കിൽ 3 റിങ്. ഇനി ടാപ്പ് ഡ്രിൽ സൈസ് ഫോർ മെട്രിക് ത്രെഡ്. ഒരു മെട്രിക് ത്രെഡിൻ്റെ ടാപ്പ് സൈസ് ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറയുന്നത്. ടാപ്പ് ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു മേജർ ഡയ മൈനസ് 2 into ഡെപ്ത്. അപ്പോൾ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവ് ടാപ്പിന്, ഉദാഹരണമായി 10 mm ടാപ്പിന് എത്ര mm ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾ ഇടണം. ആദ്യം നമുക്കറിയാം, ഒരു ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഹോൾ ഡ്രില്ല് ചെയ്യുന്നു, അതിനുശേഷം അതിൽ ടാപ്പ് ഉപയോഗിച്ച് ത്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 10 mm ടാപ്പ് ഉപയോഗിക്കാൻ വേണ്ടി എത്ര mm ഡ്രില്ല് ചെയ്യണം? അപ്പോൾ ടാപ്പ് ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു മേജർ ഡയ മൈനസ് 2 into ഡെപ്ത്. മേജർ ഡയ എന്നാൽ പുറത്തൊരു ഡയ, അതിന് 2 ഭാഗത്തുള്ള ഡെപ്ത് കുറച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള അളവ് കിട്ടും. ഇനി ഡെപ്തും പിച്ചും തമ്മിലൊരു ബന്ധമുണ്ട്. ഡെപ്ത് ഈസ് ഈക്വൽ ടു 0.6134 into പിച്ച്. അപ്പോൾ പിച്ചിൻ്റെ 0.6134 ആണ് ഡെപ്തായിട്ട് വരുന്നത്. എക്സാമ്പിൾ, ഫൈൻഡ് ദി ഡ്രിൽ സൈസ് ഫോർ M10 into 1.5. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, M10 into 1.5. ഇതിൽ ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ അത് പിച്ചായിരിക്കും. ഒരു M എന്ന് പറഞ്ഞാൽ മെട്രിക് 10 into 1.5, 1.5 പിച്ചാണ്. അപ്പോൾ ഹിയർ പിച്ച് ഈസ് ഈക്വൽ ടു 1.5 mm. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 minus 2 into 0.6134 into 1.5. അപ്പോൾ അതിൻ്റെ ആൻസർ 8.2 എന്നുള്ള കിട്ടും. അപ്പോൾ 8.2 ഡ്രില്ലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് അല്ല, അതിനെ 8.5 ആക്കി മാറ്റുന്നു. ചെറിയ അളവ് ഡ്രില്ല് കൂടിയാലും ആ ത്രെഡിനെ ബാധിക്കുന്നില്ല. ഓക്കെ, സംടൈംസ് ഫോളോയിങ് മെത്തേഡ്സ് ആൾസോ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡ്രിൽ സൈസ്. ഇതുകൂടാതെ വേറൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ടാപ്പ് ഡ്രിൽ സൈസ് ഈക്വൽ ടാപ്പ് സൈസ് മൈനസ് പിച്ച്. ഈ ടാപ്പ് സൈസിന് നേരെ പിച്ച് കുറച്ചാലും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ 10 mm ആണെങ്കിൽ 10 minus 1.5 ഈസ് ഈക്വൽ ടു 8.5. അപ്പോൾ ഈ രീതിയും നമ്മൾ അവലംബിക്കാറുണ്ട്. അടുത്തായിട്ട് ടേബിൾ ഫോർ ടാപ്പ് ഡ്രിൽ സൈസ്. ടാപ്പ് ഡ്രിൽ സൈസ് നമുക്ക് ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടേബിൾ വെച്ച് കണ്ടുപിടിക്കുക. ടേബിൾ ആകുമ്പോൾ അധികം ഇഞ്ച് സൈസിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 3/16. 3/16 എന്ന് പറഞ്ഞാൽ അതിന് TPI 24 അത് 3.7 mm ടാപ്പ് ഡ്രിൽ സൈസ് ഉപയോഗിക്കുന്നു. 3.7. അപ്പോൾ 3/16 എന്നുള്ള വാല്യൂ ഇഞ്ചാണ്. ആ 3/16 ഇഞ്ചുള്ളത് MM-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3/16 into 25.54 എന്നുള്ള വാല്യൂ കൂട്ടുക. ഒരു ഇഞ്ച് പറഞ്ഞാൽ 21.54 mm ആണ്. ഇങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തായിട്ട് തന്നെയാണ് പറയുന്നത് 3/16 അല്ലെ 1/2 നോക്കാം. 1/2 എന്ന് പറഞ്ഞാൽ 16 DPI ഉള്ളത്, അത് 11.11 mm ആണ് ഉപയോഗിക്കുന്നത്. ഇനി ടാപ്പ് സൈസിൻ്റെ നാഷണൽ പൈപ്പ് ത്രെഡാണ് പറയുന്നത്. ഓരോന്നിൻ്റെ അളവ് ശ്രദ്ധിക്കുക. പിന്നെ ISO ഇഞ്ച് ത്രെഡ്. ഇഞ്ച് ത്രെഡിൽ 5/16 കൊടുക്കുക. അതിൽ TPI 18 ഇഞ്ച്, ടാപ്പ് സൈസ് ഇഞ്ച് 5/16. ഇത് ഇഞ്ച് സൈസിൽ ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. ഇനി മെഷീൻ ടാപ്പാണ് പറയുന്നത്. മെഷീൻ ടാപ്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ അവൈലബിൾ. ദ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ മെഷീൻ ടാപ്പ് ആർ.
മെഷീൻ ടാപ്പ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ലഭ്യമാണ്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബിലിറ്റി ടു വിസ്റ്റാൻഡ് ദ ടോർക്ക് നീഡഡ് ഫോർ ത്രെഡിങ് ഹോൾസ്. അതിൻ്റെ ടോർക്ക് ത്രെഡിങ് ഹോൾസ് അതിൻ്റെ ഒരു ത്രെഡ് ചെയ്യുമ്പോൾ അത് എത്ര ലോഡ് താങ്ങാനുള്ള കഴിവും ആ ഇതുണ്ട്. കാരണം മെഷീന് മുകളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ലോഡ് വഹിക്കാൻ സാധ്യത ടോർക്ക്. അപ്പോൾ ടോർക്ക് കൂടുതൽ താങ്ങാൻ കഴിവുള്ള ടാപ്പ് ഉപയോഗിക്കണം. അതാണ് മെഷീൻ ടാപ്പ്. പ്രൊവിഷൻ ഫോർ എലിമിനേറ്റിംഗ് ചിപ്പ് ജാമി. ചിപ്പ് അതിനുള്ളിൽ കുടുങ്ങി കിടക്കുമ്പോൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം. അടുത്ത ടൈപ്പ് ഓഫ് മെഷീൻ ടാപ്സ്. ഗൺ ടാപ്പ്, സ്പൈറൽ പോയിൻ്റഡ് ടാപ്പ്. അപ്പോൾ ഇനി മെഷീൻ ടൈപ്പിൻ്റെ തരങ്ങളാണ് പറയുന്നത്. ഫസ്റ്റത്തത് ഗൺ ടാപ്പ്, സ്പൈറൽ പോയിൻ്റഡ് ടാപ്പ്. ചിത്രം കൊടുത്തിട്ട് ശ്രദ്ധിക്കാം. ദീസ് ടാപ്സ് ആർ എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ മെഷീൻ ടാപ്പിംഗ് ത്രൂ ഹോൾസ്. ഈ ത്രൂ ഹോൾസൊക്കെ നമുക്ക് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഇൻ ദി കേസ് ഓഫ് ബ്ലൈൻഡ് ഹോൾ ടാപ്പിംഗ്, there should be sufficient space below the accommodate the chips while tapping. Chips are faced out head of tap. അപ്പോൾ ബ്ലൈൻഡ് ഹോൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ പൊടി നിൽക്കാനുള്ള കാരണം സ്ഥിരമായിട്ട് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ടാപ്പ് പൊട്ടാൻ കാരണമാകും. ദിസ് പ്രിവെൻറ്റ്സ് ദ ക്ലോഗിങ് ഓഫ് ചിപ്സ്, ദസ് റെഡ്യൂസസ് ചാൻസ് ഓഫ് പൊട്ടേജ്. അപ്പോൾ ഇങ്ങനെ അടിയിൽ ഉള്ള തട്ടി നിൽക്കാൻ വേണ്ടി വേറെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ഡിന്, അതുകൊണ്ട് പൊട്ടൽ കുറവായിരിക്കും. അടുത്തത് ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിൻ്റഡ് ടാപ്പ്, സ്റ്റെപ്പ് ഫ്ലൂട്ട് ടാപ്പ്. അപ്പോൾ ഇതിൽ ഫ്ലൂട്ട് കുറഞ്ഞ ടൈപ്പുള്ള മെഷീൻ ടാപ്പാണ് പറയുന്നത്. ദിസ് ടാപ്പ് ഹാവ് ഷോർട്ട് ആംഗുലർ ഫ്ലൂട്ട്സ് ഗ്രൗണ്ട് ഓൺ ദ ചാംഫേർഡ് എൻഡ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ലെഫ്റ്റ് സോളിഡ്. അപ്പോൾ ഈ ടാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗുലർ ഫ്ലൂട്ടാണ്, അതിൽ ചാംഫേർഡ് എൻഡ് കൊടുക്കുകയാണ്. ചെറിയ ഫ്ലൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് നല്ല സ്റ്റേൺ ബോഡി ആയിരിക്കും. ദീസ് ടാപ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ഗൺ ടാപ്പ്. ഈ ഗൺ ടാപ്പിനേക്കാളും ഇത് സ്ട്രോങ് ആയിരിക്കും. ഫ്ലൂട്ട്ലെസ് ടാപ്സ് ആർ യൂസ്ഡ് ഫോർ ടാപ്പിംഗ് ത്രൂ ഹോൾസ് ഓൺ മെറ്റീരിയൽസ് വിച്ച് ആർ നോട്ട് തിക്കർ ദാൻ ദ ഡയമീറ്റർ ഓഫ് ഹോൾസ്. അതിൻ്റെ ഹോൾസ് വലിയ ഡയമീറ്റർ കൂടിയല്ലാത്തതിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിൻ്റ് ടാപ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടാപ്പിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് ഓർ തിൻ മെറ്റൽ സെക്ഷൻ. ഇത് കനം കുറഞ്ഞ ഷീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് സ്പൈറൽ പോയിൻ്റഡ് ടാപ്പ്. അടുത്തതായിട്ട് ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പ് ഓർ സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്പ്. ചിത്രം ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ ഫ്ലൂട്ടിൻ്റെ ഇത് മാറ്റമുണ്ട്, അത് ഹെലിക്കലായിട്ടാണ് അതിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ദീസ് ടാപ്സ് ഹാവ് സ്പൈറൽ ഫ്ലൂട്ട്സ് വിച്ച് ബ്രിങ് ഔട്ട് ദി ചിപ്സ് ഫ്രം ദ ഹോൾ ബീയിങ് ടാപ്പ്ഡ്. അപ്പോൾ ടാപ്പ് ചെയ്ത ഇന്ന് ഹോള് ടാപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ചിപ്സൊക്കെ കളയാൻ വേണ്ടി എളുപ്പമുള്ളതാണ് ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്സ്. ദീസ് ആർ യൂസ്ഫുൾ ഫോർ ടാപ്പിംഗ് ഹോൾസ് വിത്ത് സ്ലോട്ട്. ചെറിയ സ്ലോട്ടുകളൊക്കെ ഉള്ള ഹോളുകൾ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ദ ഹെലിക്കൽ ലാൻഡ് ഓഫ് ദ ടാപ്പ് വിൽ ബ്രിഡ്ജ് ദ ഇൻ്ററപ്ഷൻ ഓഫ് ദി സർഫസ് ബീയിങ് ത്രെഡഡ്. അപ്പോൾ അതിൽ ഹെലിക്കൽ ലാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് ആ സർഫസിൽ നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദ ഹെലിക്കൽ ഫ്ലൂട്ട്സ് of tap provides a shear cutting action and are mostly used to tap holes in ductile materials like aluminium, brass, copper. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തി വയറുകളാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിട്ടുള്ള അലുമിനിയം, ബ്രാസ്, കോപ്പറിനൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്ത ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പ് സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്പാണ്. സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്സ് ആർ ആൾസോ അവൈലബിൾ വിത്ത് ഫാസ്റ്റ് സ്പൈറൽ. ഇപ്പോൾ ചിത്രം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്ലൂട്ടുകളുടെ ഷേപ്പ് ചെരിവ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തുള്ള ഫ്ലാറ്റ് ടാപ്പാണ്. ദീസ് ടാപ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടാപ്പിംഗ് ഡീപ്പ് ഹോൾസ് ആസ് ദീസ് ക്യാൻ ക്ലിയർ ദ ചിപ്സ് ഫാസ്റ്റർ ഫ്രം ദ ഹോൾ. ഇത് ഒരു ഹോളിൽ നിന്ന് ക്ലിയറായിട്ട് ചിപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ത്രെഡ് ഫോമിംഗ് ടാപ്സ്, ഫ്ലൂട്ട്ലെസ് ടാപ്സ്. അതാണ് പറയുന്നത്, ഇതിൽ ഉപയോഗിക്കുന്നത് ദീസ് ടാപ്സ് ഫോം ത്രെഡ്സ് ഇൻ ദ ഹോൾ ബൈ ഡിസ്പ്ലേസിങ് ദ മെറ്റീരിയൽസ് ആൻഡ് നോട്ട് ബൈ കട്ടിങ് ആക്ഷൻ. ഇത് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് ഡിസ്പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഉദാഹരണമായിട്ട്
നമ്മൾ മരത്തിലൊക്കെ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ അതിൽ മെറ്റൽ അല്ലെ മരം പൊടി റിമൂവ് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് അതിൽ പ്രസ്സായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയുള്ള മെത്തഡാണ് ഉപയോഗിക്കുന്നത്. ദീസ് ടാപ്സ് ആർ പ്രൊജക്റ്റിംഗ് ലോബ്സ് വിച്ച് ആക്ച്വലി ഹെൽപ്പ് ഇൻ ഫോമിംഗ് ത്രെഡ് സിൻസ് ദർ ആർ നോ ചിപ്സ് ഇൻ ദ പ്രോസസ്. വെരി വാല്യുബിൾ പ്രൈസസ് ചിപ്പ് റിമൂവൽ പ്രോബ്ലം. ഇപ്പോൾ ചിപ്പ് റിമൂവൽ പ്രോബ്ലം സ്ഥലത്തൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ദീസ് ടാപ്സ് ആർ എക്സലൻറ്റ് ഫോർ ടാപ്പിംഗ് കോപ്പർ, ബ്രാസ് ആൻഡ് അലുമിനിയം ലെഡ്. ഇത് നമുക്ക് കോപ്പർ, ബ്രാസ്, അലുമിനിയം ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ജനറൽ ഇൻഫോർമേറ്റീവ് പോയിൻറ്റ്സ് ഓഫ് ടാപ്പ്. Unlike tapping with the 3 pieces set of hand taps, the machine tap cut entire threaded profile one operation. അപ്പോൾ ഇതിൽ നമുക്ക് തേർഡ് ടാപ്പ് മാത്രം ഉപയോഗിച്ചാലും അപ്പോൾ മെഷീൻ ടാപ്പ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദ മെഷീൻ ടാപ്പ് ഈസ് നോർമലി മെയ്ഡ് ഓഫ് ടൂൾ സ്റ്റീൽ ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഷാങ്ക്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് മെഷീൻ ടാപ്പ് പലതരത്തിലുണ്ട്. ഇതിന് ഷാങ്ക് ഉണ്ട്, അതേപോലെ കട്ടിങ് സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് പൈപ്പ് ത്രെഡ്സ് ആൻഡ് പൈപ്പ് ടാപ്സാണ്. പൈപ്പിന് ഉപയോഗിക്കുന്ന പ്രത്യേക ടാപ്സാണ് പറയുന്നത്. ഫസ്റ്റ് പൈപ്പ് ത്രെഡ്സ്. ദ സ്റ്റാൻഡേർഡ് പൈപ്പ് ഫിറ്റിങ്സ് ആർ ത്രെഡഡ് ടു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്. പ്രധാനപ്പെട്ട പൈപ്പ് ഫിറ്റിങ്സൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ത്രെഡ് കൊണ്ടാണ്, പൈപ്പ് ത്രെഡാണ്. ദി ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ്സ് ഹാവ് പാരലൽ ത്രെഡ്. ഇത് ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡിന് പാരലൽ ത്രെഡായിരിക്കുള്ളത്. വേറാസ് ദി എക്സ്റ്റേണൽ പൈപ്പ്സ് ഹാവ് ടാപ്പേർഡ് ത്രെഡ്സ്. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ ത്രെഡ്സൊക്കെ കറക്റ്റ് പാരലായിരിക്കും, എന്നാൽ പുറത്തുള്ള ത്രെഡ് നമ്മളൊരു സർഫസിൻ്റെ പുറത്തുള്ള ചെരുവ് കുറച്ച് ടാപ്പറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BSW ത്രെഡിൻ്റെ പിക്ചർ ശ്രദ്ധിക്കുക. ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സ് ആർ അവൈലബിൾ ഇൻ സൈസസ് ഓഫ് റേഞ്ചിങ് ഫ്രം 1/2 ഇഞ്ച് ടു 6 ഇഞ്ച് സെവറൽ വാൾ തിക്നെസ്. ഇപ്പോൾ സാറ് GI പൈപ്പ് സാറിന് ഗതിയിൽ നമ്മൾ വരൽ 1/2 ഇഞ്ച് ടു 6 ഇഞ്ചാണ് വരുന്നത്. ദ ടേബിൾ ഷോസ് ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് ത്രെഡ്സ് പെർ ഇഞ്ച് ഫ്രം 1/2 ഇഞ്ച് ടു 4 ഇഞ്ച്. ഈ ടേബിൾ നോക്കി അറിയാൻ പറ്റും. ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. BSP ത്രെഡ് പ്രധാനമായിട്ട് 1/2 ഇഞ്ച് 1/2. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ TPI 14 ആണ്, അതിൻ്റെ ഔട്ട്സൈഡ് ആയ 20.955 ആണ്. അതിനർത്ഥം ഇതിൽ സ്റ്റാൻഡേർഡ് സൈസ് പ്രകാരം ഒരു 1/2 ഇഞ്ച് GI പൈപ്പിൻ്റെ പുറത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20.95 ആണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അളവ് പൈപ്പ് സൈസ് കൂടുതലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ 12.2 ഒക്കെ ഉണ്ടാവുള്ളൂ, എന്നാൽ അതിന് പകരം ഇവിടെ 20 നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഇങ്ങനെയാണ് പറയാറ്. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ 20.955 ഉണ്ടാവും. അതുപോലെ 1 ഇഞ്ച് ആണെങ്കിൽ 33.249 എന്നുള്ള ഡയമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പൈപ്പിൻ്റെ ഡയമീറ്ററിലുള്ള മാറ്റം. ഇനി സീലിംഗ് പൈപ്പ് ജോയിൻറ്റ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഫിഗർ ഷോസ് ദാറ്റ് പൈപ്പ് സെവറൽ ഫുള്ളി ഫോംഡ് ത്രെഡ്സ് അറ്റ് ദി എൻഡ്. അപ്പോൾ ഒരു ഫസ്റ്റ് മാത്രമേ ഫുള്ളി ഫോംഡ് ത്രെഡുള്ളൂ, സെക്കൻഡ് തേർഡൊക്കെ ബിയും സിയും ഒക്കെ ത്രെഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടത്തുമാണ് ത്രെഡ് ഫുൾ ടൈറ്റ് ആവുന്നത്. ദ സീലിംഗ് ഓഫ് പൈപ്പ് ജോയിൻറ്റ്. ഒരു പൈപ്പ് ജോയിൻറ്റ് ലീക്ക് കൂടാതെ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പല രൂപത്തിൽ നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. ഒന്നുകിൽ നമുക്ക് അതിൽ ഹെമ്പ് പാക്കിങ് ചുറ്റിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ത്രെഡ് സീൽ ടാപ്പ് ചുറ്റിൽ ചെയ്യാറുണ്ട്, പല രൂപത്തിൽ ചെയ്യാറുണ്ട്. ദ പൈപ്പ് ജോയിൻറ്റ് ഇൻ ദ കൺസിസ്റ്റ് ഓഫ് എ ഫോളോയിങ്: പാരലൽ ഫീമെയിൽ ത്രെഡ്, ടാപ്പേഡ് മെയിൽ ത്രെഡ്, ഹെമ്പ് പാക്കിങ്. അപ്പോൾ ഈ ത്രെഡ് നമ്മൾ കാണിച്ച ചിത്രത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫീമെയിൽ ത്രെഡ് പാരലാണ്, താഴെ കാണിച്ചിട്ടുണ്ട്. ടാപ്പേഡ് മെയിൽ ത്രെഡ്. രണ്ടാമത്തത് ടാപ്പേഡ് മെയിൽ 2 എന്നുള്ള കാണിച്ചിരിക്കുന്നത് ടാപ്പേഡ് മെയിൽ ത്രെഡാണ് കാണിച്ചിരിക്കുന്നത്, അത് ടാപ്പറുണ്ട്. ഹെമ്പ് പാക്കി, മൂന്നാമത്തേതായിട്ട് ഹെമ്പ് പാക്കി, ഇതിനിടയ്ക്ക് കൊടുക്കുന്ന ഒരു നൂല് പോലെയുള്ള സാധനം, അതാണ് ഹെമ്പ് പാക്കിങ്. ദ ഹെമ്പ് പാക്കിങ് ഈസ് ഇഷ്യൂഡ് ടു എൻഷുർ ദാറ്റ് എനി സ്മാൾ സ്പേസ് ബിറ്റ്വീൻ ദ 2 മെറ്റൽ ത്രെഡ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ്സ് ഈ സീൽഡ് ടു പ്രിവെൻറ്റ് ആൻഡ് ലീക്കേജ്. ഈ ഹെമ്പ് പാക്കിങ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്പേസ് കൊടുത്തിരിക്കും, ലീക്കേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെമ്പ് പാക്കിങ് കൂടെ കൊടുത്തിരിക്കും. ഇനി പൈപ്പ് ടാപ്പ്. പൈപ്പിന് ഉപയോഗിക്കുന്ന പ്രത്യേക ടാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ്സ് ആർ യൂഷ്വലി കട്ട് വിത്ത് സ്റ്റാൻഡേർഡ് ടാപ്പർ പൈപ്പ് ത്രെഡ്. ഇത് ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പൈപ്പ് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഗേജിങ് ഇൻറ്റേർണൽ പൈപ്പ് ത്രെഡ്സ് ദ പൈപ്പ് പ്ലഗ് ത്രെഡ് ഗേജ് ഷുഡ് ബി സ്ക്രൂഡ് ബൈ ദ ഹാൻഡ് പൈപ്പ് അണ്ടിൽ ദ നോച്ച് ഫ്ലഷ് ഇൻ ദി.
അപ്പോൾ അതിന് ആദ്യം ഒരു പ്ലഗ് ത്രെഡ് ഗേജ് ഉപയോഗിച്ച് നമ്മളത് കയറ്റിയിട്ട് കറക്റ്റാണോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാപ്പിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.